എന്താ അശോക് ഇതൊക്കെ? നമ്മൾ എന്തൊക്കെയോ വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നു. അല്ല, ഇവർക്കാർക്കും നമ്മുടെ സീതയുടെ വിഷമം മനസ്സിലാവുന്നില്ലേ? സീത ഇല്ലാത്ത സമയത്ത് അവര് സിഹി എങ്ങനെ മറ്റൊരാളുടെ കൂടെ പറഞ്ഞയക്കാം? നമ്മളുടെ സിഹി മറ്റൊരാളുടെ മകളാ. ഇനി അവള് അവരുടെ കൂടെ ആയിരിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അശോക്. നോ, അതൊരിക്കലും സത്യമാവില്ല. ഇങ്ങനൊന്നും സംഭവിക്കരുത്. നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയായിക്കോളും. എനിക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ പാവം എന്റെ സീതയ്ക്ക് എത്ര വിഷമം ഉണ്ടാവോ? ഒരു ഫീലിങ്സ് കാണില്ലേ അമ്മമാർക്ക്? ഇല്ല, ഈ വീട്ടുകാർക്ക് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പോയി സംസാരിച്ചോളാം മുത്തശ്ശനോട്. സിഹി എവിടെയാണെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞോളാം മുത്തശ്ശനോട്. ഒരു മിനിറ്റ് നിക്ക്. ഞാൻ പറയുന്നത് കേക്ക്. അത് അങ്ങനെയല്ല. അശോക് വീട് പ്ലീസ്. ഒരു മിനിറ്റ് നിക്ക്. നീ സ്ട്രെസ് എടുക്കല്ലേ. വാ, ഇരിക്കേ. സൂര്യ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോ നമ്മള് വെറുതെ ഓരോന്ന് ചെയ്യണ്ട. പ്ലീസ് മനസ്സിലാക്ക്. സിഹി എങ്ങനെ അശോക് സീത ഇല്ലാതെ നിക്ക? എനിക്ക് മനസ്സിലാകും മോളെ. സിഹിക്ക് സീതയില്ലാതെ കഴിയില്ല, സീതയ്ക്ക് സിഹി ഇല്ലാതെയും കഴിയില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോകരുത്. പക്ഷെ ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയുന്നത് ആരാ? അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും. അങ്ങനെയുള്ളപ്പോ ആരാ തീരുമാനം എടുക്കേണ്ടത്? എങ്ങനെയാ തീരുമാനം എടുക്കേണ്ടതെന്ന് നീ പറ. എനിക്കതൊന്നും അറിയില്ല അശോക്. സിഹി എല്ലാ കാലത്തും സീതയുടെ രാമന്റെ കൂടെ വേണം. That's it. എന്നോട് എന്താ ചോദിച്ചത്? എന്റെ മകൾ എന്റെ കൂടെ ഉണ്ടാവണം, സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഉണ്ടാവണമെന്നല്ലേ? ചോദിക്കാത്തതെല്ലാം തന്നു. പക്ഷെ ചോദിച്ചത് നീ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തില്ലേ രാമ? അതെന്തിനാ? സാധന, ആർക്കാ ഭക്ഷണം? ചേച്ചി, അത് സീതയ്ക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ച്. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ചേച്ചി, അതുകൊണ്ട്. ബലം പ്രയോഗിച്ച് ആരെയും ഊട്ടാനാവില്ല. അവൾക്ക് വിശക്കുമ്പോ അവള് വന്ന് കഴിച്ചോളും. ചേച്ചി, രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആരോടും ഒന്നും സംസാരിക്കുന്നുമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് കരുതിയ. അവള് കാരണം ഈ വീട്ടില് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? പറയുന്നത് ഉപവസിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് സീതാ മാതാവാണ്. അവൾ ഇരുന്നോളൂ. ഇതെന്താ ചേച്ചി ഇങ്ങനെ പറഞ്ഞത്? ഇപ്പൊ എന്താ വേണ്ടത്? സീതയ്ക്ക് ഭക്ഷണം കൊടുക്കണ്ടേ?
സിഹി ഗുഡ് എന്റെ വീട്ടിലാണല്ലേ? നോക്ക്, അച്ഛൻ നിനക്ക് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളുള്ള ബ്രഷ്, മിന്നി മൗസിന്റെയും മിക്കി മൗസിന്റെയും ചിത്രങ്ങളൊക്കെ ഉള്ള ടവല്, വാ വന്ന് നോക്ക്, ബാത്റൂമിലുണ്ട്, വാ. എനിക്കത് വേണ്ട. സിഹി വാശി പിടിക്കല്ലേ പ്ലീസ്. നോക്ക്, ഇന്ന് മുഴുവൻ കുളിക്കാതെ ബ്രഷ് ചെയ്യാതെ നിൽക്കാൻ പറ്റുമോ നിനക്ക്? നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടില് സ്ലീപ്പ് ഓവർ ചെയ്തില്ലേ? ഇന്ന് ഞാൻ ഇനി എന്റെ വീട്ടിൽ പോവാ. എന്റെ വീട്ടില് ബ്രഷും ടവലും സോപ്പും എന്റെ ഡ്രസ്സും എല്ലാം അവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയി ഫ്രഷ് അപ്പ് ആയിക്കോളാം. പ്ലീസ് സിഹി. അതെങ്ങനെ നടക്കും സിഹി? ആ ലൈഫൊക്കെ കഴിഞ്ഞു. ഇനി ആ ലൈഫ് നീ മറന്നേക്ക്. ഇനി നിന്റെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെറും ബ്രഷ് മാത്രമല്ല, ബ്രഷ് തുടങ്ങി നിന്റെ സ്കൂൾ വരെ എല്ലാ കാര്യങ്ങളും. ഓക്കെ? അതുപോലെ അച്ഛനും അമ്മയും. അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യത്തിൽ പഴയതും പുതിയതും ഒക്കെ ഉണ്ടോ ചാന്ദിനി? എന്നാണെങ്കിലും ഞങ്ങളല്ലേ ഇവളുടെ അച്ഛനും അമ്മയും. ഇത് തന്നെയല്ലേ സത്യവും. ബാത്റൂമിലേക്ക് നടക്ക്. ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ, അഥവാ സീതമ്മയുടെ വീട്ടിലേക്ക്. ഗോഡ്, വലിയ വായില സംസാരം. അതും ഈ ചെറിയ പ്രായത്തില്. സീത നിന്നെ കുട്ടിയെ പോലെ കണ്ടിട്ടേ ഇല്ല, വലിയ ആളെ പോലെ കണ്ടിരിക്കുന്നെ. സീതേ, സീതേ, അയ്യോ ഇതെന്താ സീതേ? ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഉപവാസം ഇരുന്ന് കഴിഞ്ഞാ സിഹി തിരിച്ചു വരുവോ? ഇന്നാ ഇത് കഴിക്കാം. എടുത്തേ ഫോഴ്സ് ചെയ്യല്ലേ എന്നെ, എനിക്ക് വേണ്ട. ഇതെന്താ സീതേ നീ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കുന്നേ? അല്ല മോളെ, സിഹി എന്തായാലും ഇങ്ങോട്ട് വരും, നീ ടെൻഷൻ അടിക്കണ്ട. അവക്കല്ലെങ്കിലും നീ അല്ലാതെ ആരാ ഉള്ളത്? നീയല്ലേ അവളുടെ ലോകം മോളെ. പെട്ടെന്ന് ആരെങ്കിലും വന്ന് അവരെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാ സിഹി അങ്ങനെ അവരുടെ കൂടെ അങ്ങ് പോവോ? നീ കണ്ടോ, അവൾ ഇങ്ങോട്ട് തന്നെ വരും. അവള് വരുമെന്ന് നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി എടുത്തിയുള്ളത്? ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് അവര് സിഹിയെ കൊണ്ടുപോയില്ലേ? ഞാനും റാമും അവരോട് അപേക്ഷിച്ചതാ, എന്നിട്ടും അവരവളെ വിട്ടില്ല. സോ ഇനി സിഹ അഥവാ അവരോട് എന്റെ സീതമ്മയുടെ അടുത്ത് പോണം, എന്റെ അച്ഛൻ്റെ അടുത്ത് പോണോന്ന് പറഞ്ഞാ അവരുടെ മനസ്സലിയണമെന്നില്ല. അവൾ എങ്ങനെ വരുമെന്നോ ആര് കൊണ്ടുവരുമെന്നോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും സിഹി ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കും. നീ കണ്ടോ, ആ ശ്യാമും ശാലിനിയും ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോ അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. റാം ആ പെർമിഷൻ ലെറ്റർ വാങ്ങാൻ പോയിട്ടുണ്ടല്ലോ. നീ വെറുതെ ഓരോന്ന് ആലോചിക്കല്ലേ സീത, എല്ലാം ശരിയാവും. സിഹി വന്ന അവളെ എടുക്കാനുള്ള ശക്തി നിനക്ക് വേണോ വേണ്ടയോ? ഇന്നാ ഇത് കഴിച്ചേ, ഇന്നാ. അവിടെ സിഹി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എടുത്തി? അവൾക്ക് കൃത്യസമയത്ത് തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇൻസുലിൻ കൊടുത്തില്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തിന് ആ പ്രശ്നം ഉണ്ടാവുക. സീതേ, ആ ശ്യാം ഒരു ഡോക്ടർ അല്ലേ, അവൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അവൻ കൊടുക്കുമെന്ന് കരുതി എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ എടുത്തി? സിഹിയുടെ കാര്യം അവരെ ഓർമ്മിപ്പിച്ചേ പറ്റൂ. സീതേ, സീത നീ എങ്ങോട്ട്? സീതേ, അയ്യോ ഭഗവാനെ, ഇവക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഇവളാണെങ്കി പറഞ്ഞാലും കേക്കില്ല. സിഹി, എഴുന്നേറ്റാൽ ഉടനെ ബ്രഷ് ചെയ്ത് കുളിക്കണമെന്ന് അറിയില്ല നിനക്ക്. വേഗം ചെല്ല്. ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കല്ലേ നീ. എന്റെ സീതമ്മ ആയിരുന്നെങ്കിൽ സ്കൂൾ അവധിയുള്ള ദിവസം എന്റെ തലയിൽ എണ്ണ തേച്ച് തരുമായിരുന്നു. എന്നെ വഴക്ക് പറയാറേ ഇല്ല. ജോലിയൊക്കെ എത്ര കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരുമായിരുന്നു. സീതമ്മ 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 എന്നെ അത്രയ്ക്ക് ഗ്രേറ്റ് ആണോ അവള്? നിന്നെ വളർത്തി ചീത്തയാക്കിയതാ. എന്താ, ഞാൻ സീതമ്മ എന്ന് പറയാൻ പാടില്ലേ? എനിക്ക് സീതമ്മ ഇഷ്ടാ, അതുകൊണ്ടാണ് ഞാൻ സീതമ്മ സീതമ്മ എന്ന് പറയുന്നേ. കണ്ടോ ശ്യാമ, ഇവള്. ശാലിനി ഇങ്ങ് വന്നേ. ശാലിനി, അവളോട് ദേഷ്യം പിടിക്കരുന്ന് എത്ര തവണ പറയണം? കുഞ്ഞുങ്ങളോട് അവരുടെ രീതിയിൽ പെരുമാറാൻ പഠിക്കും പ്ലീസ്. സിഹി മോള് വിഷമിക്കണ്ട. ആക്ച്വലി എന്താണെന്നോ, ശാലിനി അമ്മയെ നല്ലോണം എണ്ണയിട്ട് തരും. ഇന്ന് അവര് തന്നെ നിന്റെ തലയിലും ദേഹത്തൊക്കെ എണ്ണയിട്ട് നല്ലോണം കുളിപ്പിക്കും. ഓക്കെ ശാലിനി, ഇവളങ്ങ് കൊണ്ടു. നിന്റെ മകളെ നീ തന്നെ കുളിപ്പിച്ചാ മതി. ശാലിനി. ഷാലു,
സാരില്ല മോളെ, ശാലിനി അമ്മ ഇന്ന് ബിസിയാന്ന് തോന്നുന്നു. സോ സിഹി മോളെ ഇന്ന് ഞാൻ കുളിപ്പിച്ചു തരാം. ഓക്കെ? ജിജു, നിങ്ങൾ കുളിപ്പിച്ചിട്ട് വാ. ഞാൻ സിഹിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കേ? ഓക്കേ. ഇപ്പൊ വരാട്ടോ. സീതേ, എങ്ങോട്ടാ നീ പോന്നേ? എടതി, അവര് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഞാനത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അയ്യോ, അവർ ഇഞ്ചക്ഷൻ എടുത്തോളൂ സീതേ. നീ എങ്ങോട്ടേ പോന്നേ? എടതി, ഇത്രയും ദിവസം അലാറം വെച്ച് ഞാൻ അവൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ കാരണം അവൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. ഇവിടുന്ന് എത്ര ദൂരം എന്ന് വെച്ചാ ഇവിടെ അടുത്തല്ലേ, ഒന്ന് പോയി പറഞ്ഞിട്ട് വരാം. അല്ല സീതേ, റാമില്ലാതെ ഒറ്റയ്ക്ക് പോയാ നിന്നെ അവരങ്ങോട്ട് കേറ്റുവോ മോളെ? കയറ്റിയാൽ എന്താ എടതി? സിഹിയുടെ അമ്മയാ ഞാൻ. ഇവളാണെങ്കിൽ പറഞ്ഞാലും കേക്കില്ല. ഞാൻ ഇനിയിപ്പൊ എന്താ വേണ്ടത്? ചേച്ചിയോട് പോയി വീണ്ടും സീതയെ കുറിച്ച് സംസാരിച്ച എന്ത് പറയുമോ എന്തോ. പക്ഷെ സീതയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോവെന്ന് ആലോചിച്ച് പേടിയാവുന്നുണ്ട് എനിക്ക്. ചേച്ചി, എന്താ നിന്റെ സീതാമാതാവിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? സീത സിഹിയെ കാണാൻ വേണ്ടി പോയതാ. പെർമിഷൻ ലെറ്റർ ഇതുവരെ കിട്ടിയിട്ടില്ല. റാം പെർമിഷൻ ലെറ്റർ വാങ്ങാൻ പോയതാ. അതില്ലാതെ സീത സിഹിയെ കാണാൻ പോവാൻ പാടില്ലെന്നാ. അവള് പോയല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേച്ചി, സീതയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ? പറ്റിയാൽ എന്താ, അതവളുടെ വിധി. കനല് അത് പൊള്ളും മടിയിൽ വെക്കരുതെന്ന് പറഞ്ഞു കൊടുത്താലും അതുകൊണ്ട് പുടവ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാ? വിഡ്ഢിത്വമല്ലേ അത്? അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞതാ, ഈ പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും വേണ്ടെന്ന്. അച്ഛന്റെ വാക്ക് മറികടന്ന് അവള് വാശി കാണിക്കാൻ പോയതല്ല. അവള് കാണിക്കട്ടെ. ചേച്ചി, എന്നാലും അമ്പൊടി, ഇത്രയും ദിവസം സീത സീത എന്ന് പറഞ്ഞ തലേ കയറ്റി വെച്ചിട്ട് ഒറ്റയടിക്ക് ഓന്തിനെ പോലെ നിറം അങ്ങ് മാറിയല്ലോ. കൊള്ളാലോ ഈ ഭാർഗവി. അയ്യോ, സീത ഇനിയിപ്പൊ ശ്യാമിന്റെ വീട്ടിൽ പോയതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? സീതയോട് പറഞ്ഞതാ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. എന്തെങ്കിലും പറഞ്ഞാ കേക്കണ്ടേ? ഛേ, എന്താ ഇപ്പൊ ചെയ്യാ? സീത, റാം, വിസിറ്റേഷൻ പെർമിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് സീത. ബട്ട് അതിനു മുമ്പ് നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയേ? സിഹിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സോറി റാം, നിങ്ങളോട് പറയാതെ വന്നതിൽ എന്നോടൊന്നും തോന്നരുത്. സോറി എന്തിനാ സീത? ഈ ലോകം മുഴുവൻ നിന്നോട് എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ ചോദിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കില്ല. പക്ഷെ നിന്റെ ഈ വരവ് കണ്ടപ്പോ നീ ശ്യാമിന്റെ വീട്ടിലൊക്കെ പോകുന്നത് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. സിഹിക്ക് എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ കൊടുക്കണം. അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഞാൻ വിളിച്ചിട്ട് അവര് കോള് റിസീവ് ചെയ്തതുമില്ല. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് വരാന്ന് വിചാരിച്ചിറങ്ങിയതാ. സത്യോ സീത, സിഹിയെ നീ കെയർ ചെയ്യുന്ന പോലെ ലോകത്ത് ആർക്കും കെയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ അവസ്ഥയില് ശ്യാം നിന്നെ വീടിനകത്തേക്ക് കയറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അവനെന്താ അങ്ങനെ പെരുമാറുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി നീ ആ വീട്ടിലോട്ട് പോകുന്ന കാര്യം അങ്ങനെ അവൻ അറിഞ്ഞു കഴിഞ്ഞാ സിഹിയെ ഒരിക്കലും നമ്മൾ കണ്ടുപിടിക്കാത്ത രീതിയിൽ അവൻ ഒളിപ്പിച്ചു കളയും. വിസിറ്റേഷൻ റൈറ്റ്സ് കിട്ടുന്നവരെ നമുക്ക് അവളെ കാണാൻ സാധിക്കില്ല സീത. അറ്റ് ദിസ് മൊമെന്റ് ഐ എം റിയലി ഹെൽപ്ലെസ്. അത് കിട്ടുന്നത് വരെ കാത്തിരുന്നേ പറ്റും. അഥവാ നമ്മളെങ്ങനെ പോയി സിഹിയെ കണ്ടു എന്ന് തന്നെ വെച്ചോ, അതൊരു വലിയ പ്രശ്നമാക്കി നമുക്കെതിരെ കേസ് കൊടുക്കാൻ വരെ ചാൻസ് ഉണ്ട്. റാം, പ്ലീസ് കഴിയില്ലെന്ന് മാത്രം പറയരുത്.
എനിക്ക് നമ്മുടെ സിഹിയെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അവളുടെ അവസ്ഥ എന്താണ്, അവൾ കഴിച്ചു കാണോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അവരെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് അവളുടെ ഡയറ്റ് പ്ലാൻ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാം. അവൾ ഫോളോ ചെയ്തോളും റാം. അവൾ മിടുക്കി കുട്ടിയാണ്. എനിക്ക് അവളെ ഒന്ന് മീറ്റ് ചെയ്യണം റാം. അത് കഴിഞ്ഞ് വിസിറ്റേഷൻ റൈറ്റ് കിട്ടുന്നവരെ ഞാൻ കാത്തിരുന്നോളാം റാം. ഇന്നൊരൊറ്റ തവണ റാം, പ്ലീസ്. എന്താ വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സീത. തോറ്റുപോയതുപോലെ. ലൈഫിൽ ഇതുവരെ തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്റെ ഭാര്യയും മകളെയും ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാതെ തോറ്റുപോയതിന്റെ വിഷമം എനിക്കിപ്പോ. ഐ എം റിയലി ഹെൽപ്ലെസ്. സീത, നീ എന്താ ചോദിച്ചേ? ഒരേ ഒരു തവണ സിഹിയെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ. എവിടെ രാമനെയും സീതയും കണ്ടില്ലല്ലോ. അച്ഛാ, സീത സിഹിക്ക് ഇൻസുലിൻ കൊടുക്കാൻ വേണ്ടി സാധന, എന്താ ഇവിടെ ഒരു രഹസ്യം? രഹസ്യങ്ങളൊന്നുമില്ല അച്ഛാ. അച്ഛനെന്തിനാ റൂമിൽ നിന്ന് ഇറങ്ങിയത്? ക്ഷീണാവില്ല അച്ഛാ, പോയി റെസ്റ്റ് എടുത്തോ. ഓ, ഈ മുതുക്കനെ റൂമിൽ കിടത്തിയിട്ട് രസിക്കുകയായിരുന്നില്ലേ എല്ലാവരും? ഈ അടുത്ത ഒരു രഹസ്യം വലുതായി വീട്ടിൽ മുഴുവൻ അത് പ്രശ്നമായത്. അടുത്ത രഹസ്യം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛാ, അത് പിന്നെ സിഹിയെ കാണുന്ന കാര്യത്തില് നമ്മുടെ റാമിനോ സീതയ്ക്കോ ഇതുവരെ ഒരു തരത്തിലുള്ള പെർമിഷൻസ് ഒന്നും കിട്ടിയില്ല. എന്നിട്ടും സീത സിഹിയെ കാണാൻ വേണ്ടി ശ്യാമിന്റെ വീട്ടിലേക്ക് പോയത് അച്ഛാ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും തോറും മറ്റുള്ളവരെല്ലാം ഇതിനെക്കുറിച്ച് അറിയും. നമ്മുടെ മരുമോളുടെ അഭിമാനം നമ്മളായിട്ട് കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛാ. 6 വർഷം എല്ലാം തിരിച്ചുകൊണ്ട് അവൾ വളർത്തിയ മകളാ. കൺമുന്നിലില്ല എന്ന സത്യം ദഹിക്കാൻ ബുദ്ധിമുട്ടാ ഭാർഗവി. അത് സത്യം അച്ഛാ. സിഹി വീട്ടിലില്ലെന്നോർക്കുമ്പോ മനസ്സിനൊരു നീറ്റല് പോലെ അച്ഛാ. അപ്പോ സീതയുടെ അവസ്ഥ എന്താവുന്ന് നമുക്ക് ആലോചിക്കാൻ പോലും ആവില്ലല്ലോ. പക്ഷേ ഈ തെറ്റുകളൊക്കെ സീത അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതല്ലേ അച്ഛാ? മോനെ അശോകെ, എന്റെ സീത സിഹിയുടെ പേരും പറഞ്ഞ് ഒരിറ്റ വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ. പോരാത്തിന് രാമനും എന്തോ ലെറ്റർ വാങ്ങിക്കാൻ പോയേക്കുവാ. ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ കണക്ട് ആവുന്നില്ല. പോയ കാര്യം എന്തായോ എന്തോ. ഈ ലെറ്റർ കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അത് കിട്ടുന്നതിന് മുന്നേ സീതയ്ക്ക് മോളെ കാണാവോ? സീതയെ ബുദ്ധിമുട്ടിക്കണം. സിഹി ഒരു കാരണം കൊണ്ടും സീതയുടെ അടുത്തേക്ക് പോകരുത്. അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അവരെന്ത് ചെയ്യുന്നു ഗസ് ചെയ്ത് സീതയെ രാമനെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോ ഇതിനിപ്പോ വലിയ പ്രശ്നമാവോ? അവര് പോലീസിനെ പോയി കണ്ടേക്കാം. സീതയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തേക്കാം. എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ റൈറ്റ്സ് ഇല്ലാതെ കുഞ്ഞിനെ കാണുന്നത് തെറ്റ് തന്നെയാ. അതെങ്ങനാ മോനെ തെറ്റാവുന്നേ? സിഹി സീതയുടെ മോളല്ലേ? സീത സിഹിയെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എന്റെ നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ മാത്രം. നിയമത്തിന്റെ കണ്ണിൽ അത് തെറ്റാ. അതുമല്ലാതെ സീത എന്ത് ചെയ്താൽ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുക എന്നതാണ് അവരുടെ തീരുമാനം. ഇങ്ങനൊരു സമയത്ത് അവരുടെ കയ്യിൽ സീത പെടരുത്. ബട്ട് ശ്യാമിൻ്റെയും ശാലിനിയുടെയും കാര്യത്തിൽ ലോ ഒന്നും പറയാൻ കഴിയില്ല. അവർക്ക് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിലല്ലേ. തെറ്റുകളെല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ്. അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്തേ പറ്റൂ. നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളെ കാണാൻ കഴിയില്ലേ? ഐ ഹോപ്പ് സോ സീത. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഞാൻ കൂടെ ഉണ്ടല്ലോ. റാം,
ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. എനിക്ക് അവൾ അത്ര മിസ് ചെയ്തിട്ടാണ്. പിന്നെ ഇഞ്ചക്ഷനും എടുക്കാൻ പറയണം റെഗുലർ ആയിട്ട്. എനിക്കറിയാം സീത, സിഹി ഇല്ലാത്തത് കൊണ്ട് നീ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലെന്നും എനിക്കറിയാം. നേരം വെളുത്തപ്പോ നീ പൂജാമകളുടെ മുമ്പിൽ ഇരുന്ന് കരയായിരുന്നില്ലേ? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ വാ, സിഹിയെ കണ്ടിട്ട് വരാം. താങ്ക് യു റാം. യു ആർ വെൽക്കം. അതല്ല അച്ഛാ, ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാ? നമ്മുടെ അപ്പുവിന്റെ കുഞ്ഞാണോ? അല്ലെങ്കിൽ അവള് സീതയുടെ സ്വന്തം കുഞ്ഞാണോ? അല്ലല്ലോ, അവൾ ആ കുഞ്ഞിനെ വാടകയ്ക്ക് പ്രസവിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പൊ ആ കുഞ്ഞ് അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ നിൽക്കുക. നമ്മുടെ രാമും സീതയാണ് ആവശ്യമില്ലാതെ വാശി പിടിച്ച് ആ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തോ എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല അച്ഛാ. എനിക്ക് തോന്നുന്നത് സീതയെ ഏതെങ്കിലും നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞാൽ അത്ര ശരിയാവില്ല അച്ഛാ. മാത്രമല്ല, ഈടായിട്ട് അപ്പു ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അച്ഛാ. അവനെപ്പോഴും അവന്റെ ഭാര്യ പറയുന്ന കാര്യങ്ങളാ വലുത്. ഇപ്പൊ തന്നെ കണ്ടോ, സീത സിഹിയെ കാണണമെന്ന് പറഞ്ഞ ശ്യാമിന്റെ വീട്ടിലേക്ക് പോയില്ലേ? ഇനിയിപ്പൊ അഥവാ എങ്ങാനും അവര് ലീഗലി ആക്ഷൻസ് എടുത്ത നമ്മൾ എന്ത് കുടുംബത്തിന്റെ പേരിന്? ഇതൊന്നും കണ്ടിങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല അച്ഛാ. ഭാർഗവി, ഒരു കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കണം നിന്റെ മോനും മരുവും. നിയമത്തിന്റെ കൂടെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയണം.